ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പഠന വിഷയം ക്രിസ്തീയ കുടുംബം എന്നുള്ളതാണ്. ക്രിസ്തീയ കുടുംബം എന്ന പഠന വിഷയത്തിൻ്റെ 6ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 6ാമത്തെ അവതരണത്തിൽ കഴിഞ്ഞ അവതരണത്തിൽ നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചത് വിവാഹബന്ധത്തെ തകർക്കുന്ന ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ്, അഥവാ പാപങ്ങൾ എന്തൊക്കെയാണ്. വിവാഹം ദൈവീകമായ സ്ഥാപനമാണ്. ദൈവം വളരെ വ്യക്തമായി വിവാഹബന്ധത്തിലെ അന്യോന്യമുള്ള ബന്ധം ദൈവം നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം ഒരു മാതൃക തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ മാതൃക തികവുള്ളതും പൂർണ്ണതയുമുള്ളതാണ്. അതിൽ നിന്നുള്ള വ്യതിയാനം കുടുംബങ്ങളെ തകർക്കും. ഇപ്പോൾ ദൈവം തന്നിരിക്കുന്ന മാതൃക പ്രകാരമായിരിക്കണം കുടുംബത്തിലെ ബന്ധങ്ങൾ പണിയേണ്ടത്. ആദ്യ കുടുംബം ആരംഭിച്ചത് പരിശുദ്ധമായ സ്വർഗീയമായ വിശുദ്ധിയോടുകൂടിയാണ്. അത് ലോകത്ത് ഒരു ആത്മീകവും സാമൂഹികവുമായ ഒരു വലിയ ശക്തി കേന്ദ്രമായിരുന്നു കുടുംബം എന്നുള്ളത്. സ്വർഗത്തിൻ്റെ അനുഗ്രഹം കുടുംബത്തിന് മേൽ നിന്നിരുന്നു. കാരണം അവർ ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ട്. ദൈവപാതയിലൂടെ സഞ്ചരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ സ്വർഗീയ മാതൃക അധിക നാൾ അവർ പിൻപറ്റിയില്ല. കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക മാതൃക പിൻപറ്റുന്നതിൽ അവർ പരാജയപ്പെടുകയും കുടുംബ ബന്ധങ്ങളെ ദുഷിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന പല ദൂഷ്യങ്ങൾ ആ ബന്ധത്തിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് വിവാഹത്തിൻ്റെ പവിത്രത, കുടുംബത്തിൻ്റെ പവിത്രതയെ താറുമാറാക്കി. നാം ഈ പാഠത്തിൽ ചിന്തിക്കുന്നത് അങ്ങനെ വിവാഹബന്ധത്തിൻ്റെ, കുടുംബത്തിൻ്റെ പരിശുദ്ധിയെ തകർത്ത ദൂഷ്യങ്ങളിൽ ചിലത് എന്തൊക്കെയാണ്. ആദ്യമായി നമ്മൾ ചിന്തിച്ചു ബഹുഭർത്തൃത്വം അല്ലെങ്കിൽ ബഹുപത്നീകത്വം. ആദ്യം ബഹുപത്നീകത്വത്തെക്കുറിച്ച് ചിന്തിക്കാം. പോളിഗാമി, അതായത് ചില കുടുംബ ബന്ധങ്ങളിൽ ഒരു പുരുഷൻ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നു. ഈ രീതിയാണ് പോളിഗാമി, അതായത് ബഹുപത്നി മാർഗം എന്ന് പറയുന്നത്. ഇത് ആരംഭിച്ചത് ലാമേക്കിലൂടെയാണ്. ലാമേക്ക്, ആദാമിൻ്റെ നിന്ന് 6ാമതനായ ജനിച്ച ലാമേക്കിലൂടെ. ഇത് പിന്നീട് പലരും പിൻപറ്റി. തങ്ങൾക്ക് ബോധിച്ച ഏവരെയും തിരഞ്ഞെടുക്കുന്ന ഉൽപ്പത്തി 6 കണ്ടു. പൂർവ്വപിതാക്കന്മാർ പലരും, ഇസ്രായേലിലെ പല രാജാക്കന്മാർ, ന്യായാധിപന്മാർ, ലേവ്യർ, സാധാരണ ജനങ്ങൾ, ഇവരെല്ലാം ഈ ഒരു വ്യതിയാനത്തിൽ വീണുപോയി. ഒന്നിലധികം ഭാര്യമാരെ ഇവരെല്ലാവരും സ്വീകരിച്ചു. അബ്രഹാം ഉൾപ്പെടെ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചു. ഇത് പിന്നീട് കുടുംബത്തിൽ വളരെയധികം അന്തഛിദ്രത്തിനും തകർച്ചയ്ക്കും കലഹത്തിനും ഇടവരുത്തിയതായിട്ട് നമ്മൾ കണ്ടു. മോശ പലവിധത്തിലും ഈ അവസ്ഥയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കൽപ്പനയാൽ ആവർത്തനം 21:15, ആവർത്തനം 17:17, പുറപ്പാട് 21:10-11, ലേവ്യ പുസ്തകം 18:17-18, ലേവ്യ 20:14 അതിനുള്ള നിർദ്ദേശങ്ങൾ കാണാം. ഈ രീതിയെ നിയന്ത്രിക്കുവാനുള്ള ശ്രമങ്ങൾ ഇത് ഒരിക്കലും ദൈവം അനുവദിച്ചതായിരുന്നില്ല. ദൈവം ഒരിക്കലും ഇപ്രകാരം ബഹുപത്നികളെ, മറ്റു അനേക ഭാര്യമാരെ സ്വീകരിക്കുന്ന സമ്പ്രദായം ദൈവം ഒരിക്കലും അനുവദിച്ചില്ല. ഇതൊരു അനുസരണക്കേടാണ്, വ്യതിയാനമാണ്. ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചതാണിത്. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, വിശുദ്ധരായിട്ടുള്ള എല്ലാവരും, ഉത്തരന്മാരായിട്ടുള്ള എല്ലാവരും ഇതിനെതിരെ സംസാരിച്ചു. അത് ഹോസിയ പ്രവാചകനാകട്ടെ, മാലാഖിയാകട്ടെ, മീഖ പ്രവാചകനാകട്ടെ, യെശയ്യാവാകട്ടെ, ഈ അവസ്ഥയ്ക്കെതിരെ ശക്തമായി സംസാരിച്ചവരാണ്. ഇതായിരുന്നു ഒന്നാമത്തെ ദൂഷ്യം, വിവാഹബന്ധത്തെ, കുടുംബത്തെ തകർത്തു. രണ്ടാമത്തത് പോളിയാൻഡ്രി, ബഹുഭർത്തൃത്വം. ഇതിൻ്റെ നേരെ വിപരീത അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇത് മറ്റൊരു വിവാഹത്തിലെ കുടുംബത്തെ തകർക്കുന്ന മറ്റൊരവസ്ഥയാണ് ഒരു സ്ത്രീക്ക് അനേക ഭർത്താക്കന്മാർ, പുരുഷന്മാരുണ്ടാകുക. ഒരു സ്ത്രീ അനേക പുരുഷന്മാരെ കൊണ്ട് നടക്കുക. ശാസ്ത്രജ്ഞന്മാർ ഒരുപക്ഷെ പറയും, ജനസംഖ്യയിലെ അനുപാതത്തിൻ്റെ അസന്തുലിതാവസ്ഥ കൊണ്ടായിരിക്കാം. കാരണം കൂടുതൽ സ്ത്രീകളും കുറച്ച് പുരുഷന്മാരുമുള്ള രാജ്യങ്ങളിൽ ഒരു സ്ത്രീ അനേക പുരുഷന്മാരെ സ്വീകരിക്കും. ഈ സ്ത്രീകൾ കുറവും പുരുഷന്മാർ കൂടുതലും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പുരുഷന്മാർക്ക് ഒരു സ്ത്രീയെ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു സ്ത്രീ അനേക പുരുഷന്മാരെ ഭർത്താക്കന്മാരായി സ്വീകരിക്കുന്ന അവസ്ഥ, ഇത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യങ്ങളിലേക്ക് ഇത് കണ്ടുവരുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഇതുണ്ടായിരുന്നു.
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെ സമരിക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ യേശു ഈ അവസ്ഥയെ കൈകാര്യം ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെ നമുക്ക് കേൾക്കാം. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. 5 പുരുഷന്മാർ, ഒരു സ്ത്രീ. കാരണം പുരുഷന്മാരുടെ എണ്ണം കൂടുതലായിരിക്കാം. അതുകൊണ്ട് ഒരു സ്ത്രീകളുടെ എണ്ണം കുറവും. ഒരു സ്ത്രീക്ക് 5 പുരുഷന്മാർ എന്ന നില പോലെ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോഴും ഈ അവസ്ഥയെ, ഈ രീതിയെ ശാസിക്കുന്നത് കാണാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 7-ാം അധ്യായം 7-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വാക്യങ്ങളിൽ പൗലോസ് ഇപ്രകാരം പറയുകയുണ്ടായി. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തനും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കും ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് എത്ര അധികാരമുള്ളത്, അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപിരിയരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. അപ്പോൾ പൗലോസ് വ്യക്തമായിട്ട് ഇതേ വിഷയം തന്നെ കൈ, ഒരു പുരുഷൻ ഒരു സ്ത്രീ, ഓരോരുത്തരും ഓരോ ഭാര്യ ഉണ്ടായിരിക്കട്ടെ. ദൈവം ഒരിക്കലും ഈ ബഹു ഭാര്യയാകട്ടെ ബഹു ഭർത്താവാകട്ടെ ഒരിക്കലും അനുവദിക്കുന്നില്ല. ഇവിടെ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധമാണ്. ക്രിസ്തുവിന് ഒരു സഭയേ ഉള്ളൂ, ശരീരം ഒന്ന്. എഫേസ് ലേഖനം 4. എഫേസ് 5 അതിൻ്റെ 22 മുതൽ 33 വേദഭാഗത്തിലാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് മാതൃകയായി നൽകിയിരിക്കുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പം ഇതാണ് മറ്റൊരു ദൂഷ്യം, കുടുംബത്തിൻ്റെ പവിത്രതയെ തകർക്കുന്ന ദൂഷ്യം. ഒരു സ്ത്രീക്ക് പല പുരുഷന്മാരുണ്ടായിരിക്കാം, അത് ദൈവ പദ്ധതിക്ക് വിരോധമാണ്. 3-ാമത് നിയമപരമായിട്ടുള്ള വ്യഭിചാരം. അതായത് വിവാഹമോചനം എന്നുള്ള തിന്മ വ്യാപകമാണ്. സൗകര്യമനുസരിച്ച് പുരുഷന്മാരെയും സ്ത്രീകളെയും ഉപേക്ഷിക്കുന്ന രീതി അത് കൂടുതലായിട്ട് നിയമപരമായിട്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിയമം കോടതിയിലൂടെ അത് അനുവദിക്കപ്പെട്ട് കിട്ടുമ്പോൾ വചനം പറയുന്ന കാരണത്തിലല്ലാതെ വിവാഹമോചനം ലഭിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് മറ്റൊരു പുരുഷനെയോ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ അത് ഒരു വിധത്തിൽ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമല്ല. ഏറ്റവും പവിത്രവും പരിശുദ്ധമായ ബന്ധമാണ് വിവാഹബന്ധം. വിവാഹം എല്ലാറ്റിലും മാന്യവും. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. അത് വെറും പണസമ്പാദന മാർഗമാക്കി മാറ്റുന്ന രീതിയാണ്. പണം ലഭിക്കുന്നതിന്, പണം സമ്പാദിക്കാനുള്ള മാർഗമായിട്ട് വിവാഹത്തെ തരം താഴ്ത്തി കാണുന്നൊരവസ്ഥ. ഈ വിവാഹമോചനം എന്നുള്ളത് എല്ലാ കാലത്തും ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. പിതാക്കളുടെ കാലത്ത് വളരെയധികം വ്യാപകമായിരുന്നു. ബൈബിൾ ഇതിന് വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണില്ല. ബൈബിളിൽ കാണുന്ന ഏക പരാമർശം ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൽ, അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ ഇതിന് സമാനമായൊരു അന്തരീക്ഷത്തെ പരാമർശിക്കും. ആവർത്തന പുസ്തകം 24-ാം അധ്യായം. ആ വേദഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. ഒരു പുരുഷന് സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളെ ദൂഷ്യമായി വല്ലതും കണ്ടിട്ട് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ 2ാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ടെടുത്ത് 2ാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധിയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയുടെ മുമ്പാകെ അറപ്പാകുന്നു. ദൈവമായ യഹോവ നിനക്ക് അവകാശമായ ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. ഈ ഒരു വേദഭാഗത്തിൽ മാത്രമാണ് വിവാഹമോചനം, അതായത് ഉപേക്ഷണ പത്രം എന്നുള്ള പ്രയോഗം കാണുന്നത്. യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ ഇത് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. മോശയുടെ നിയമത്തിൽ മോശ പലതരത്തിലും ഇത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അതിലൊരു ഭാഗമാണ് ഇത് ആവർത്തനം 24. പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം 17-ാം വാക്യത്തിലും ഈ ഒരു അവസ്ഥയെ, ഈ ഒരു രീതിയെ നിയന്ത്രിക്കുവാനായിട്ട് മോശ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രമം നടത്തി. പുറപ്പാട് 20-17 ഇങ്ങനെ കാണാം: കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയും കഴുതയും കുട്ടികളെ യാതൊന്നിനെയും മോഹിക്കരുത്. മറ്റു സ്ത്രീകളെ കണ്ട് മോഹിക്കരുത്, അവരെ ഭാര്യമാരായിട്ട് എടുക്കരുത്. നിനക്കൊരു ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരു ഭാര്യയും കൂടെ സ്ത്രീയും കൂടി സ്വീകരിക്കരുത്.
ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ പലപ്പോഴും നൽകിയിട്ടുണ്ട്. എങ്കിലും മോശയുടെ ഈ നിയമവ്യവസ്ഥയെ അവർ തള്ളിക്കളഞ്ഞു. ക്രിസ്തുവിൻ്റെ കാലഘട്ടം നമുക്കത് കാണാം. മോശയുടെ ഈ നിയമവ്യവസ്ഥ, വിവാഹബന്ധത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന ജനങ്ങൾ തള്ളിക്കളയാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 8 വരെ. അതുകൊണ്ടാണ് പരീശന്മാർ ഈ ചോദ്യമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ചോദിച്ചു, അവർ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. യേശുവിനോടാണ് ഈ ചോദ്യം പരീശന്മാർ ചോദിച്ചത്. യേശു അവരോട് പറഞ്ഞ മറുപടി, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഇത് അനുവദിച്ചതാണ്, ഇത് ദൈവ നിയമമല്ല. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം. അതിന് നമുക്ക് അടുത്ത പോയിന്റ് ചിന്തിക്കാം. അപ്പം ഇങ്ങനെയുള്ള അശുദ്ധമായിട്ടുള്ള കർമ്മങ്ങളും രീതികളുമാണ് ഇവിടെ ഇത് വ്യക്തമായിട്ട് കർത്താവ് യേശു ശക്തമായിട്ട് തന്നെ പറഞ്ഞു. മത്തായി 19:9 ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്ന വ്യഭിചാരം ചെയ്യുന്നു. ഇപ്പോൾ പരസംഗം, അതായത് ദുർനടപ്പ്. അപ്പോൾ തൻ്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെട്ടു എന്ന് വ്യക്തമായ തെളിവുകളോടുകൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്ത്രീ ഉപേക്ഷിക്കാം. അല്ലെങ്കിൽ അവളോട് ക്ഷമിച്ച് അവളോട് പുറത്ത് അവളും തെറ്റിദ്ധരുത്താൻ തയ്യാറാണെങ്കിൽ ഒരുമിച്ച് താമസിക്കാം. പോസ്റ്റുകളുടെ പുസ്തകം നമുക്കതറിയാം. പക്ഷേ നിയമപരമായിട്ട് അവളെ ഉപേക്ഷിക്കാനുള്ള ഏക കാരണതയെ അനുവദിച്ചിരിക്കുന്നത് അവൾ മറ്റൊരു പുരുഷനോട് കൂടി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ്. ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിയും. പക്ഷെ ആ ഭാര്യ ഉപേക്ഷിച്ച ആ ഭാര്യയെ മറ്റൊരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന വ്യഭിചാരമാണ്. അതുകൊണ്ട് പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റേത് കാരണം പറഞ്ഞും ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നതാണ് ക്രിസ്തുവിൻ്റെ മറുപടി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ ഗിരിപ്രഭാഷണ സമയത്ത് ക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ്, പരസംഗ ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യും. ആവർത്തിച്ച് നമുക്ക് ഈ പ്രസ്താവന കാണാൻ കഴിയും. 4-ാമത് അവസാനമായിട്ട് വിവാഹബന്ധത്തെ മലിനമാക്കുന്ന മറ്റൊരു ദൂഷ്യമെന്ന് പറയുന്നത് ഏത് കാരണം കൊണ്ടും, ഏത് നിസ്സാര കാരണം കൊണ്ടും, രോഗം വന്നതിൻ്റെ പേരിലോ, പെൺകുട്ടിയുടെ വീട്ടുകാർ ഞങ്ങളെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ, നൽകാമെന്ന് പറഞ്ഞ സ്ത്രീധനം നൽകിയില്ല എന്ന കാരണം കൊണ്ടോ, വേണ്ട വിധത്തിൽ ഭർത്താവിനെ പരിചരിക്കുന്നില്ല എന്ന കാരണം കൊണ്ടോ, മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഭാര്യ ഉപേക്ഷിക്കുന്ന രീതി, ഇത് ആധുനികമായി അധികം കണ്ടുവരുന്ന ദൂഷ്യമാണ്. വിവാഹബന്ധത്തിൻ്റെ പവിത്രതയെ തകർക്കുന്ന, വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വേദഭാഗത്തിൽ പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ? എന്തെങ്കിലും കാരണം കണ്ടെത്തി ഭാര്യ ഉപേക്ഷിക്കുക, അതായത് വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ഉപേക്ഷിക്കുക, ഇതാണ് ഉള്ളിലിരിപ്പ്. മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയെ എന്തെങ്കിലും ഒരു നിസ്സാര കാരണം പറഞ്ഞ് ഉപേക്ഷിക്കുക. അതുകൊണ്ടാണ് ചോദിച്ചത്, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു നിങ്ങൾ വായിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഒരു പുരുഷന് ഒരു ഭാര്യ, ഒരു ഭാര്യയ്ക്ക് ഒരു പുരുഷൻ, മരണം വരെ. ആരെങ്കിലും ഒരാൾ മരിക്കുന്നവരെ ആ ഒരു നിയമമാണ് പിൻപറ്റേണ്ടത്. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. അതിനാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കുന്ന ഉത്തരം പറഞ്ഞു. അപ്പോഴാണ് അവർ യേശുവിന്റെ അടുക്കൽ ചോദ്യമായിട്ട് വന്നത്. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത്? മോശ പറഞ്ഞിട്ടുള്ള ആവർത്തന 24-ാം അധ്യായത്തിൽ ഭാര്യയ്ക്ക് ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കാൻ. അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. മോശ അനുവദിച്ചു. കാരണം നിങ്ങളുടെ ഹൃദയഘടങ്ങൾ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കും ഇതിനകം തന്നെ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്താൽ നിങ്ങൾ ആ സ്ത്രീയെ വിലാൻ കഴിയും? എന്നിട്ട് ഇപ്പോഴുള്ള സ്ത്രീയെ ഉപദ്രവിക്കും, അപമാനിക്കും. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ മോശ അത് അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ഞാനോ നിങ്ങളോട് പറയുന്നത്, കർത്താവ് യേശു ആ അധികാരത്തോടു കൂടി പ്രസ്താവിക്കുകയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടുള്ള വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു.
ഇന്ന് നമുക്ക് പൊതുവെ കണ്ടുവരുന്ന പല രീതികളുണ്ട്. സ്വതന്ത്രമായ സ്നേഹം, നിയന്ത്രണമില്ലാത്ത സ്നേഹം, ഒരുമിച്ചുള്ള സഹവാസം, ഒരു ഉടമ്പടിയിലുള്ള ബന്ധം. സ്വതന്ത്രമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ സ്ത്രീ ഒരുമിച്ച് താമസിക്കുക. അവിടെ അവരെ ബന്ധിപ്പിക്കാൻ യാതൊന്നുമില്ല. ഇഷ്ടമുള്ള കാലത്തോളം അവർ ഒരുമിച്ച് താമസിക്കുക. ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ലിവിങ് ടുഗദർ എന്നൊക്കെ കേൾക്കാം. അത് കുട്ടികൾ ചെറുപ്പക്കാരുടെ ഇടയിലും കണ്ടുവരും. പഠിക്കാനൊരു പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി വേറെ പുരുഷനോട് ഒരുമിച്ചൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ കുറച്ചാൾ താമസിക്കും. അവർ തമ്മിൽ എല്ലാ ബന്ധത്തിലും ഏർപ്പെടും. അവർ പഠിത്തം കഴിഞ്ഞ് അവർ രണ്ട് വഴിക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ തുടരാം. ഇതൊരു ബന്ധം. മറ്റൊരു ബന്ധം, കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന നിയമത്തോടുകൂടി, തീരുമാനത്തോടുകൂടി ഒരുമിച്ച് താമസിക്കുക. കുട്ടികളുണ്ടാകില്ല, ബർത്ത് കൺട്രോളും ജനന നിയന്ത്രണം സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് താമസിക്കുക. കുട്ടികളുണ്ടാകാൻ പാടില്ല. അഥവാ കുട്ടികളുണ്ടായാൽ പരസ്പര സമ്മതത്തോടെ ബന്ധം വേർപെടുത്താം. അങ്ങനെ രീതി. അല്ലെങ്കിൽ ഒരു പുരുഷ സ്ത്രീയും യാതൊരുവിധ സഭാപരമായിട്ടോ സമൂഹത്തിൻ്റെയോ യാതൊരുവിധ ചടങ്ങുകളും ഇല്ലാതെ ഒരുമിച്ച് താമസിക്കുന്ന രീതി. ഇങ്ങനെയുള്ള പല രീതികൾ. ഇതെല്ലാം എന്താ ഉദ്ദേശിക്കുന്നത്? കുടുംബത്തിൻ്റെ പവിത്രത തകർക്കുക. കുടുംബത്തിൻ്റെ പവിത്രത. ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന എല്ലാ ദുഷ്പ്രവർത്തികളും കുടുംബ ബന്ധം തകർക്കാൻ വേണ്ടിയാണ്. കുടുംബബന്ധത്തിൻ്റെ പവിത്രത തകർക്കാൻ വേണ്ടിയാണ്. കുടുംബത്തിൽ പ്രവേശിക്കുന്ന ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയെയും ആ നിർമ്മലത നഷ്ടപ്പെടുത്തുകയാണ്. ഇവിടെ കന്യാത്വം നഷ്ടപ്പെടുത്തുകയാണ്. പവിത്രത നഷ്ടപ്പെടുത്തുകയാണ്. കളങ്കപ്പെട്ടവരായി മാറുകയാണ്. വിവാഹത്തിന് പല തവണ പല പുരുഷനും പല സ്ത്രീയുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഏർപ്പെട്ടതിന് ശേഷമാണ് പലരും വിവാഹ മണ്ഡപത്തിൽ വരുന്നത്. കുടുംബം തകരുകയാണ്. ഇവർ ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അധികം നാൾ മുന്നോട്ട് പോകില്ല. ഇവിടെ കുറ്റബോധം വേട്ടയാണ്. പഴയ ബന്ധങ്ങൾ വീണ്ടും തലപൊക്കി വന്നു വരും. ഇപ്പോൾ ഇങ്ങനെയുള്ള തകർന്നടിഞ്ഞ വിവാഹ ബന്ധത്തിലൂടെ കുടുംബത്തിൻ്റെ പവിത്രമായ ദൈവ പദ്ധതി തകർക്കപ്പെടുകയാണ്. കുടുംബം വളരെ പവിത്രമാണ്. അതിൻ്റെ ആ ബന്ധങ്ങൾ ആദർശമില്ലാത്ത ഇത്രമാത്രം ഇപ്രകാരമുള്ള അവസ്ഥ ഞങ്ങൾ സൂക്ഷിച്ചാൽ പോരെ. ഇത് നിരുപദ്രവകാരമാണ്. ഇന്നസെൻ്റാണ് ഞങ്ങളുടെ ബന്ധം. ഞങ്ങളെല്ലാ സുരക്ഷകളും എടുത്തുകൊണ്ടാണ്. എന്നിട്ട് 5 വർഷം കഴിഞ്ഞ് വേറെ പുരുഷനെ സ്ത്രീ കല്യാണം കഴിക്കും. മനസാക്ഷിയെ പോലും വഞ്ചിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മളിത് പറഞ്ഞ അവസ്ഥ. ഇതിനപ്പുറം പറയാൻ പറ്റില്ല. കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും ഇത് പരസ്പരം ചർച്ചയാകും. കുടുംബത്തിൻ്റെ അകത്ത് പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച്. ഇപ്പം ഈ പറഞ്ഞ ഇപ്രകാരമുള്ള പാപങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ കുടുംബത്തെ മലിനപ്പെടുത്തുവാൻ തകർക്കുവാനുള്ളതാണ്. ഇന്ന് നാം സമൂഹം ലോകമെങ്ങും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതാണ്. എല്ലാ തലത്തിലും ധാർമ്മികമായി അധംപതിച്ച ഒരു സമൂഹം. ഒരു ബന്ധത്തിലും സത്യസന്ധതയില്ല, നേരില്ല, പവിത്രതയില്ല. വളരെ ചുരുക്കം പേരിൽ മാത്രമേ ഉള്ളൂ. ഭർത്താവിനെയും ഭാര്യയെയും മാത്രം ബൈബിളിൽ മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുവാൻ പറഞ്ഞു നോക്കിയത് ഏക പുരുഷൻ്റെ ഭാര്യ, ഏക ഭാര്യയുള്ള പുരുഷൻ. ആ തരത്തിലുള്ള ജീവിതം ജീവിക്കുന്നവർ ഒരുപക്ഷെ വിരലിൽ എണ്ണാവുന്നവരായിരിക്കും. വിവാഹത്തെ തകർക്കുന്ന, തരം താഴ്ത്തുന്ന ശബ്ദമാണ് ചുറ്റുമുയരുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കഥകളും സിനിമകളും സീരിയലുകളും ചിത്രങ്ങളും പഠനങ്ങളും ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഉത്തരവാദിത്വം ആർക്കുമില്ല. ഒരിക്കലിത് തരം താഴ്ന്ന പുറജാതികളുടെ ലോകത്ത് മാത്രം കണ്ടിരുന്ന ചില കീഴ്വഴക്കങ്ങളായി ഇന്ന് സമൂഹത്തിലെ ഉന്നത കുടുംബങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ വിവാഹബന്ധമില്ലാതെ പരസ്പരം ഒരുമിച്ച് മാറി മാറി താമസിക്കുന്ന അവസ്ഥകൾ. കുടുംബ ബന്ധങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ തകർന്നു കഴിഞ്ഞു. ഒരിക്കലും ഇന്ന് മിക്ക കുടുംബങ്ങളും ആർക്കും ഒരു സ്വാധീനം ചെലുത്തുന്നില്ല. മറ്റു കുടുംബങ്ങൾക്ക് മാതൃകയായി സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ ഇന്ന് ഒരു കുടുംബങ്ങളും കാണാൻ പറ്റുന്നില്ല. ഇതാണ് കുടുംബത്തെ തകർക്കുന്ന ദൂഷ്യങ്ങൾ. അടുത്ത വിഷയം നമ്മൾ പ്രവേശിക്കുമ്പോൾ ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അടുത്ത ദിവസം തുടരാം. കുടുംബത്തിൻ്റെ പ്രവർത്തികൾ എന്താണ്? ഫങ്ഷൻസ് ഓഫ് എ ഹോം. ഒരു കുടുംബത്തിൻ്റെ ജോലികൾ, പ്രവർത്തികൾ എന്തൊക്കെയാണ്? കുടുംബത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന, കുടുംബത്തിൻ്റെ സന്തോഷത്തെ തകർക്കുന്ന ചില പ്രശ്നങ്ങളിലേക്കാണ് ഈ വിഷയത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത്.
ദൈവം വളരെ വ്യക്തമായിട്ട് കണ്ടു. ആറാമത്തെ ദിവസം എല്ലാം സൃഷ്ടിച്ച് അവസാനിപ്പിക്കുമ്പോൾ എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാത്തിനും ഇരണ്ടായിട്ടാണ് സൃഷ്ടിച്ചത്. ഇഴജന്തുക്കളാകട്ടെ, മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, ആണും പെണ്ണുമായിട്ട് എല്ലാത്തിനും സൃഷ്ടിച്ചു. മനുഷ്യരെ മാത്രം ഒറ്റയ്ക്ക്. അത് അവസാനം ദൈവം ആ മനുഷ്യനത് ബോധ്യപ്പെടുത്തുകയാണ്. ഒരു തുണയുടെ, ഒരു കൂട്ടുകാരുടെ ഒരു ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം. ദൈവം വ്യക്തമായി പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും. ആദാമിനെ ഗാഠനിദ്ര വരുത്തി അവൻ്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്ത് അത് മാംസം പിടിപ്പിച്ച് സ്ത്രീയാക്കി അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ടാണ് ആ പ്രഖ്യാപനം നടത്തിയത്. സ്ത്രീ പുരുഷനിൽ നിന്ന് എടുത്തിരിക്കുന്നുണ്ട്, അവർ ഇനി ഒന്നാകും. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അന്ന് അവൻ പറയുന്ന സമയത്ത് അപ്പനും അമ്മയും ഇല്ല, അതോ അവയും മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ നിയമം മുൻകൂട്ടി പറഞ്ഞു, കുടുംബം എന്ന നിയമം. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റി ഇരുവരും ഒരു ദേഹമായി തീരും. ദൈവം മനോഹരമായൊരു പദ്ധതിയാണ് അവിടെ ആവിഷ്കരിച്ചത്, ആരംഭിച്ചത്. ദൈവം ആരംഭിച്ചതാണ് കുടുംബം. മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള വികസനത്തിന് വേണ്ടി ഉചിതമായൊരു സ്ഥാപനം. കുടുംബം പരിശുദ്ധമായ, വിശുദ്ധി നിറഞ്ഞ ഒരു ബന്ധത്തിൻ്റെ ഇടമാണ്. വിശുദ്ധിയും പരിശുദ്ധിയുടെ ഇടമാണിത്. ഇന്ന് അപ്പന് മക്കൾ മദ്യമൊഴിച്ചു കൊടുക്കും, മക്കൾക്ക് അപ്പൻ മദ്യമൊഴിച്ചു കൊടുക്കും. മകളെയും കൊണ്ട് അമ്മ മറ്റു മോശമായ പരിപാടികൾക്ക് പോകും. കുടുംബം വാസ്തവ ദൈവം സ്ഥാപിച്ചത് പവിത്രവും പരിശുദ്ധമായ ഒന്നായിട്ടാണ്. അവിടെ ബന്ധങ്ങൾ പരിശുദ്ധമാണ്. പ്രപഞ്ചത്തിലെ, ഭൂമിയിലെ ഏറ്റവും പുരാതനമായ സ്ഥാപനമാണ് കുടുംബം. ഭൂമിയിലൊരു ഭരണകൂടം ഉണ്ടാകുന്നതിന് മുമ്പ്, ഒരു സ്കൂളോ കോളേജോ സഭയോ വ്യവസായ സ്ഥാപനമോ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യമുണ്ടായത് കുടുംബമാണ്. ക്രമീകരിക്കപ്പെട്ട ഏത് സമൂഹത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്നുള്ളത്. ഒരു രാജ്യത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും നിയന്ത്രിക്കപ്പെടുന്നത് ആ രാജ്യത്തിലെ കുടുംബങ്ങളുടെ വിശുദ്ധിയും അതിൻ്റെ തകർച്ചയും അടിസ്ഥാനത്തിലാണ്. ആ രാജ്യത്തിലെ കുടുംബങ്ങൾ വിശുദ്ധവും നിർമ്മലവും പരിശുദ്ധവും ഉറപ്പുമുള്ളതാണെങ്കിൽ ആ രാജ്യം നിലനിൽക്കും. കാരണം കുടുംബങ്ങൾ ചേരുന്നതാണ് രാജ്യം. ഇന്നും അതേപോലെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ മക്കളുടെ കുടുംബങ്ങൾ നിർമ്മലവും പവിത്രവും ദൈവനപ്രകാരം അടിസ്ഥാനപ്പെട്ടതാണെങ്കിൽ അവരടങ്ങുന്ന ആ ഇടവക, ആ സഭ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. കുടുംബങ്ങൾ തകർന്നു കഴിയുമ്പോൾ, കുടുംബ ബന്ധങ്ങളിൽ കുഞ്ഞുങ്ങളെ അവഗണിച്ച് അധിക്ഷേപിച്ച് തരം താഴ്ത്തി ഉപേക്ഷിച്ച് മാനിക്കാതെ വളർത്തുന്ന കുടുംബങ്ങൾ, അങ്ങനെയുള്ള കുടുംബങ്ങൾ സഭയ്ക്ക് ഒരിക്കലും പ്രയോജനപ്പെടില്ല. ഇപ്പോൾ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്, ഒരു പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ്. അതിൻ്റെ പ്രത്യേകിച്ച് 4 മേഖലകളാണ് ഒരു കുടുംബത്തിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. 1 സാമ്പത്തികം, 2 കൂട്ടായ്മ, 3 വ്യക്തിപരമായ വളർച്ച, 4 ആത്മീക വികസനം. ഈ 4 മേഖലകളിലാണ് ഒരു കുടുംബത്തിൻ്റെ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്നത്. 1 സാമ്പത്തികം, 2 കൂടിച്ചേരൽ അഥവാ കൂട്ടായ്മ, 3 വ്യക്തിപരമായ വളർച്ച, 4 ആത്മീക വികസനം. ഈ 4 കാര്യങ്ങൾ നമ്മൾ അടുത്ത പഠനത്തിൽ നമ്മൾ വിശദമായി സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചു കുടുംബത്തിൻ്റെ പവിത്രമായ ബന്ധത്തെ തകർക്കുന്ന ദൂഷ്യങ്ങൾ. 1, ആദ്യമായി നമ്മൾ കണ്ടു, ഒരു പുരുഷൻ പല സ്ത്രീകളെ സ്വീകരിക്കുന്നു. 2, ഒരു സ്ത്രീ പല പുരുഷന്മാരെ സ്വീകരിക്കുന്നു. 3, വിവാഹമോചനം ദൈവം പറഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള വിവാഹമോചനം. ഒരു തരത്തിൽ കോടതി അനുവദിച്ചു, മറ്റുള്ളവരെ അനുവദിച്ചു, ഗുരുകുലം അനുവദിച്ചു, സമുദായം അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു സ്ത്രീകളെ കല്യാണം കഴിക്കുമ്പോൾ നിയമപരമായിട്ട് നടത്തുന്ന വ്യഭിചാരം എന്ന് വിളിക്കുന്നത് തെറ്റല്ല. 4, ഏത് നിസ്സാര കാരണം പറഞ്ഞ് ഭാര്യയെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന രീതി. അമിതമായി അല്ലെങ്കിൽ അല്പമൊന്ന് വഴക്കൊന്ന് പറഞ്ഞു, കുറച്ച് കൂടിപ്പോയി, അതിൻ്റെ പേരിൽ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്നു. തരാമെന്ന് പറഞ്ഞ് സ്വർണമോ പൈസയോ തരാൻ പറ്റിയില്ല, അതിൻ്റെ പേരിൽ ഉപേക്ഷിക്കുന്നു. നിങ്ങൾ വേറെ വിവാഹം കഴിക്കുന്നു. അതൊരു വ്യഭിചാരമാണ്, നിയമപരമായിട്ട് അംഗീകാരം നേടിയ വ്യഭിചാരം. ഇങ്ങനെയാണ് സമൂഹങ്ങൾ നിറഞ്ഞു കിടക്കുന്നത്. ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായി ഓടുന്ന സമൂഹമാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കുടുംബത്തിൻ്റെ പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ്.
അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം കൂടുതലായിട്ട് ചിന്തിക്കാം. താങ്ക് യു.